പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടയിലേക്ക് എപ്പോഴും കടന്നു വരുന്ന വർത്താനമാണ് നമുക്കൊരു ടീ ഷോപ്പ് തുടങ്ങിയാലോ എന്ന്. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ ഈ ഒരു റീല് കുറേ പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ആകർഷിച്ചത് ഈ കാണുന്ന മെനു ആണ് കേട്ടോ. പൈനാപ്പിൾ ചായ, ചോക്ലേറ്റ് ചായ, അങ്ങനെ എന്തെല്ലാം വെറൈറ്റിയാണ്. ബേസിക്കലി ഒരു ചായ ഫാൻ ആയതുകൊണ്ട് തന്നെ സംഗതി വെറൈറ്റി ആയതുകൊണ്ടും അങ്ങോട്ട് പോയി കളയാന്ന് വെച്ചു. ലൊക്കേഷൻ വരുന്നത് നമ്മളെ മാടായിപ്പാറ IT കഴിഞ്ഞിട്ടില്ല ഒരു ബെല്ല് ഇറക്കില്ലേ, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കേട്ടോ. ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പയ്യന്നൂർ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള കുഞ്ഞങ്ങലം റൂട്ടാണ് കേട്ടോ പിടിച്ചത്. നമ്മൾ പോകുമ്പോൾ കണ്ട ഈ പയ്യന്മാരില്ലേ, അവർ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു അവരും ചായ കുടിക്കാനായിരിക്കും പോകുന്നത്. എന്തായാലും നമ്മൾ ഊഹൊന്നും തെറ്റിയിട്ടില്ല, അവർ തൊട്ട് മുമ്പിലുള്ള ഒരു ചായക്കടയിൽ തന്നെ നിർത്തി ചായ കുടിക്കുന്നുണ്ടായിന്. ബൈ നമ്മളും ചായ്സ് വീൽ ബാറിലെത്തിയേ. അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ആ കടേൻ്റെ ഒരു സൈഡിൽ നിന്ന് 2 ചായയും കടിയും പറഞ്ഞു നമ്മൾ. ചായ പറയുമ്പോൾ പൈനാപ്പിൾ ചായയാണ് കേട്ടോ പറഞ്ഞത്. പൈനാപ്പിൾ ചായ വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ചില്ലുംകൂട്ടിലേക്ക് നോട്ടിട്ടു. എല്ലാ ചായക്കടയിലും കാണുന്ന പോലെ തന്നെ, പക്ഷേ എല്ലാം നല്ല നമ്മളെ ഹോംലി ആയിട്ടുള്ള സാധനം, അതായത് ഉന്നക്കായ, പിന്നെ പെട്ടിയപ്പം, അതുപോലെയുള്ള സാധനങ്ങളാണ് ഉണ്ടായത്. പക്ഷെ നമ്മളെ കണ്ണുടക്കിയത് ആ സൈഡിൽ നിന്ന് ചൂടുള്ള എണ്ണയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കല്ലുമ്മ കായയിലേക്കാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയായിട്ടുണ്ടായിന്. പിന്നെ ഒന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ആയിരുന്നു അതിൽ. പിന്നെ പൈനാപ്പിൾ ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊന്നും കിട്ടിയിട്ടാ, പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്, പക്ഷേ രസമുണ്ടായിരുന്നു. ഒരു പാൽ ചായയിൽ എന്തോ ഒരു ഫ്ലേവർ ഇട്ട് അതേ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നോർമൽ ചായ അവർ പറയുന്ന പോലെ തന്നെ ടേസ്റ്റ് ഫ്രം ദ മദർ, നമ്മളെ അമ്മമാരുണ്ടാക്കുന്ന പോലത്തെ ചായ തന്നെയാണ്, നല്ല ചായ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാടായിപ്പാറയിലേക്ക് ചായ കുടിച്ച് ക്ഷീണം മാറ്റാൻ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വടമുകുന്ന ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കുളമില്ലേ, അവിടത്തേക്ക് പോയി. നിങ്ങൾ ആരും അവിടെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണേ, നല്ല രസമാണ് കാണാൻ. നല്ല പാറേൻ്റെ ഒത്ത നടുവിലായിട്ട് പച്ചക്കുളം, നല്ല രസമാണ് കാണാൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുളത്തിൽ നിറച്ച് വേസ്റ്റ് ഇട്ടിട്ട് വൃത്തികേടാക്കിയിട്ടായില്ലത്. എന്നാലും കുളത്തിൻ്റെ ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് നമ്മൾ കുറച്ച് സമയം ആടിയിരുന്നു. ആ വെയിൽ പോയതിൻ്റെ ചെറിയ ചൂടും പിന്നെ ഇളം കാറ്റും എല്ലാം ആയിട്ട് എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നു ആടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ സമയം എന്തെല്ലോ ആലോചിച്ചങ്ങ് എത്തിപ്പോയി ആടിയിരുന്നത്. എന്തോ ഒരു നല്ല ഫീലാണ് ആടിയിരിക്കാൻ. ഭയങ്കര സ്ട്രെസ്സെല്ലാം വരുമ്പോൾ നമ്മൾ അവിടെ പോയിരുന്നാൽ മനസ്സ് നല്ല കാമാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇരിക്കുമ്പം ഞാൻ അറിയാണ്ടെടുത്ത കുറേ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളും പ്രകൃതിയും കണക്റ്റാന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമുക്ക് വേണ്ട എല്ലാം പ്രകൃതിയിലുണ്ട്. ഈവൻ നമ്മളെ മൈൻഡിനെ കാമാക്കാൻ പറ്റുന്ന ആ ഒരു ഫീലിങ്സും കൂടി പ്രകൃതി നമുക്ക് തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഈ വിഷ്വൽ കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഒരു വൈകുന്നേരം അവിടെ പോയി ഇരുന്ന് നോക്കുക, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് തിരിയും. ഈ വീഡിയോയിൽ റെക്കോർഡാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നല്ല ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടേ. അങ്ങനെ നേരെ കിട്ടിയത് കൊണ്ടും പോരാളിയുടെ കോൾ വന്നുകൊണ്ടും നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചേ. വരുന്ന വഴിക്ക് ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം NJ Vlogs.